അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാം അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിന വ ഹബീബിന മുഹമ്മദി വ ആലിഹി വ അസ്ഹാബിഹി അജ്മഈൻ വ അലാ മൻ തബിഅഹും ബി ഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സത്യാന്വേഷികളായ സഹോദരങ്ങളെ, കഴിഞ്ഞ ശനിയാഴ്ച അഥവാ 2026 ജനുവരി 3-ാം തീയതി ചെറുവാടിയിൽ വെച്ച് മുജാഹിദുകളും സമസ്തയും തമ്മിൽ വളരെ ശ്രദ്ധേയമായ ഒരു സംവാദം നടക്കുകയുണ്ടായി. സംവാദത്തിലെ വിഷയം നബിദിനാഘോഷം അത് ഇസ്ലാമികമാണോ അല്ലേ, അല്ലെങ്കിൽ അത് ബിദ്അത്താണോ അല്ലേ, ഇതായിരുന്നു സംവാദ വിഷയം. ആ സംവാദം അതിൽ ആരു പറഞ്ഞതാണ് ശരി എന്ന് അറിയൽ, മനസ്സിലാക്കൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറെ താല്പര്യമുള്ള കാര്യമാണ്, എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ്. മാത്രമല്ല, അത് കൃത്യമായി മനസ്സിലാക്കൽ നമ്മുടെ അനിവാര്യതയിൽപ്പെട്ടതുമാണ്. അൽഹംദുലില്ലാ, 2 വാദങ്ങളാണല്ലോ അവിടെ സംവദിച്ചിട്ടുള്ളത്. സ്വാഭാവികമായും മുസ്ലിമീങ്ങൾക്കിടയിൽ ഇത്തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൽ ശരിയായ അഭിപ്രായം ഏതാണ് എന്ന് മനസ്സിലാക്കാൻ വളരെ ലളിതമായ വഴി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ആ പ്രവാചകൻ പഠിപ്പിച്ച വഴി നമ്മൾ സ്വീകരിക്കുകയാണെങ്കിൽ, ഖുർആനിലൂടെ അള്ളാഹു പഠിപ്പിച്ച ആ വഴി നമ്മൾ സ്വീകരിക്കുകയാണെങ്കിൽ, ഈ സംവാദത്തിൽ ആരുടെ പക്ഷത്താണ് ശരിയുള്ളത് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് വളരെ പെട്ടെന്ന് സാധിക്കുന്നതാണ്. സ്വാഭാവികമായും നാം എല്ലാവരും അംഗീകരിക്കുന്ന ഈ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ശരി, എങ്കിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായാൽ ആ വിഷയത്തെ നമ്മൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്? പരിശുദ്ധ ഖുർആനിലെ 4-ാം അധ്യായം സൂറത്തു നിസായിലെ 59-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഫഇൻ തനാസഅതും ഫീ ഷൈഇൻ, നിങ്ങളൊരു വിഷയത്തിൽ അഭിപ്രായ ഭിന്നതയിലായാൽ ഫറുദ്ദൂഹു ഇലല്ലാഹി വർ റസൂൽ, അക്കാര്യത്തെ നിങ്ങൾ അള്ളാഹുവിലേക്കും റസൂലിലേക്കും മടക്കണം. ഇൻ കുൻതും തുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ, നിങ്ങൾ അള്ളാഹുവിലും പരലോകത്തിലും വിശ്വസിക്കുന്നവരാണെങ്കിൽ അങ്ങനെയാണ് ചെയ്യേണ്ടത്. ദാലിക ഖൈറുൻ, അതാണ് ഖൈറു വ അഹ്സനു തഅ്വീല, ഏറ്റവും നല്ല പര്യവസാനവും ആ ഒരു നിലപാടിനാണ് ഉള്ളത്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഖൈറ് നമുക്ക് പറഞ്ഞു തരികയാണ്. അതേപോലെ തന്നെ ഇരുലോകത്തും ശുഭകരമായൊരു പര്യവസാനം നമുക്കുണ്ടാവണമെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങളെ അള്ളാഹുവിലേക്കും റസൂലിലേക്കും മടക്കണം, അഥവാ ഖുർആനിലേക്കും സുന്നത്തിലേക്കും മടക്കേണ്ടതുണ്ട്. അപ്പോൾ ഇവിടെ നമുക്കറിയാം, നബിദിനാഘോഷം പാടില്ല, അത് ബിദ്അത്താണ് എന്നാണ് മുജാഹിദുകളുടെ പക്ഷം. സമസ്ത പറയുന്നത് അല്ല, അത് പുണ്യകർമ്മമാണ്, അത് ഇസ്ലാമികമാണ്, അതിന് തെളിവുകൾ നൽകാവുന്നതാണ് എന്നുള്ള നിലക്കാണ് അവരും വാദിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും അഭിപ്രായ വ്യത്യാസമായി. എങ്കിൽ പിന്നെ ഈ അഭിപ്രായ വ്യത്യാസത്തിൽ ഏതാണ് ശരി എന്നത് പരിശോധിക്കാൻ ഖുർആനിലേക്ക് മടക്കിയാൽ മതി. പരിശുദ്ധ ഖുർആനിൽ നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ട വല്ല പരാമർശവുമുണ്ടോ പരിശോധിക്കാം. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിലേക്ക് മടക്കിയാൽ സുന്നത്തിൽ അങ്ങനെയുണ്ടോ എന്ന് പരിശോധിക്കാം. അവിടങ്ങളിൽ അത് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ മുജാഹിദുകളുടെ വാദം തെറ്റാണ്. എന്നാൽ അവിടങ്ങളിൽ അങ്ങനെ ഒന്ന് കാണുന്നില്ലെങ്കിൽ സമസ്തയുടെ വാദം തെറ്റാണ്. ഇത് വളരെ ലളിതമായി ആളുകൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ കൃത്യമായി പറഞ്ഞു. ഇമാം തിർമിദി, അതേപോലെ തന്നെ ഇമാം അബൂദാവൂദ് റഹ്മത്തുള്ളാഹി അലൈഹിം, അതേപോലെയുള്ള മുഹദ്ദിസുകൾ ഇർബാദ് ബിൻ സാരിയ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിന് നൽകിയ വളരെ ശ്രദ്ധേയമായ ഒരു വസിയ്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, വമൻ യഇഷ് മിൻകും ഫസയറ ഇഖ്തിലാഫൻ കസീറ, നിങ്ങളിൽ എൻ്റെ കാലശേഷം ജീവിക്കുന്ന ആളുകൾക്ക് ഒരുപാട് അഭിപ്രായ ഭിന്നതകൾ കാണാൻ സാധിക്കും. അപ്പോൾ അഭിപ്രായ ഭിന്നതകളുണ്ടാകും. നബിദിനാഘോഷം പോലെ അത് പാടുണ്ടോ ഇല്ലേ, അഭിപ്രായ ഭിന്നതയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അങ്ങനെ അഭിപ്രായ ഭിന്നത ഉണ്ടാകുമ്പോൾ അലൈക്കും ബിസുന്നതി, നിങ്ങൾ എൻ്റെ ചര്യയെ മുറുകെ പിടിക്കണം. വസുന്നത്തിൽ ഖുലഫാ ഇറാഷിദീൻ അൽ മഹ്ദിയീൻ, സച്ചരിതരായ തൻ്റേടികളായ എൻ്റെ ഖുലഫാകളുടെ 4 ഖലീഫമാർ ഉൾപ്പെടെയുള്ള സ്വഹാബത്തിൻ്റെ മൻഹജിനെ നിങ്ങൾ മുറുകെ പിടിക്കണം. നിങ്ങളതിനെ അദ്ദു അലൈഹ ബിൻ നവാജിദ്, അണപ്പല്ലുകൊണ്ട് അതിനെ നിങ്ങൾ മുറുകെ പിടിക്കണം. വ ഇയ്യാക്കും വ മുഹ്ദസാത്തിൽ ഉമൂർ, മതത്തിൽ പുതിയ കാര്യങ്ങൾ കടത്തിക്കൂട്ടപ്പെടുന്നതിനെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഫ ഇന്ന കുല്ല ബിദ്അത്തിൻ ളലാല, കാരണം അങ്ങനെ കടത്തിക്കൂട്ടപ്പെടുന്ന മുഹ്ദസാത്തുകളൊക്കെ വഴികേടുകളാണ്. അതുകൊണ്ട് മതത്തിലില്ലാത്തത്
ഈ മതത്തിലേക്ക് വരുന്നതും അങ്ങനെ നിങ്ങൾ അഭിപ്രായ ഭിന്നതയിലായി പോകുന്നതിനെയും നിങ്ങൾ ഭയപ്പെടണം. അതുകൊണ്ട് അഭിപ്രായ ഭിന്നത ഒഴിവാക്കാൻ നിങ്ങൾ സുന്നത്തിനെ മുറുകെ പിടിക്കുകയും നബിക്കും സഹാബത്തിനും പരിചയമില്ലാത്ത കാര്യങ്ങളെ നിങ്ങൾ ഒഴിവാക്കുകയുമാണ് ചെയ്യേണ്ടത് എന്ന് വളരെ കൃത്യമായി സംശയരഹിതമായി എല്ലാവർക്കും അഭിപ്രായ ഭിന്നതകളിൽ സ്വീകരിക്കാവുന്ന നിലപാട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഹദീസിൻ്റെയും നേരത്തെ ഉദ്ധരിച്ച ആയത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ചെറുവാടി നടന്നിട്ടുള്ള ഈ ഒരു സംവാദം ഇതിലാര് പറഞ്ഞതാണ് ശരി എന്ന് മനസ്സിലാക്കാൻ നമുക്ക് ലളിതമായി സാധിക്കും. അങ്ങനെ പരിശോധിക്കുമ്പോൾ സംവാദം മുഴുവൻ വീക്ഷിച്ചിട്ടുള്ള ഈയുള്ളവന് വളരെ കൃത്യമായി പറയാൻ സാധിക്കും, അവിടെ മുജാഹിദ് പക്ഷം എന്താണോ പറഞ്ഞത് അതാണ് ശരി, സമസ്ത പറഞ്ഞത് ശരിയല്ല, തെറ്റാണ്, അവർക്ക് അവരുടെ വാദം സമർത്ഥിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയാനുള്ള കാരണം? നാം നേരത്തെ പറഞ്ഞ മാനദണ്ഡമാണ്. മുജാഹിദ് പക്ഷത്തിന് 10ഓളം ചോദ്യങ്ങൾ സമസ്തയോട് ചോദിക്കാനുണ്ടായിരുന്നു. ആ 10 ചോദ്യങ്ങളിൽ ഏറ്റവും ആദ്യം ചോദിച്ച ചോദ്യവും അതേപോലെ തന്നെ ഏറ്റവും അവസാനം ചോദിച്ച ചോദ്യവും 10 ചോദ്യങ്ങൾക്കും വ്യക്തമായ മറുപടി ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല, ഇതിൽ നമ്മൾ നേരത്തെ പറഞ്ഞ മർമ്മം വ്യക്തമാക്കുന്ന ചോദ്യമാണ് ഒന്നാമത്തെ ചോദ്യവും അവസാനത്തെ ചോദ്യവും. ഈ 2 ചോദ്യങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. എങ്കിൽ നാം നേരത്തെ പറഞ്ഞ അള്ളാഹുവും റസൂലും പഠിപ്പിച്ച മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിൽ സമസ്തയുടെ വാദത്തിന് തെളിവില്ല എന്ന് മനസ്സിലാക്കാൻ കഴിയും. ഈ 2 ചോദ്യങ്ങൾ നമുക്ക് ഒന്ന് കേൾക്കാം. നബിദിനാഘോഷം എന്ന ഇബാദത്ത് ഇസ്ലാമിക പ്രമാണങ്ങൾ പഠിപ്പിക്കാത്തതും സ്വഹാബത്തോ താബിഇകളോ മാതൃക കാണിക്കാത്തതുമാണ്. മദ്ഹബിൻ്റെ ഇമാമുമാർക്ക് പോലും നബിദിനാഘോഷം എന്ന ഇബാദത്ത് പരിചയമില്ല. ഈ പ്രസ്താവന നിർവഹിച്ചിട്ടാണ് ഞങ്ങൾ അതിൻ്റെ ബാക്കി എഴുതിയിട്ടുള്ളത്. ഈ പ്രസ്താവനയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ നിലപാടെന്താണ്? ഇത് ശരിയാണോ? അതല്ല നബിയും സഹാബത്തും താഴ്വികൾക്കൊക്കെ പരിചയമുണ്ട് എന്നാണോ? ഇതിൽ നിങ്ങളുടെ നിലപാട് എന്താണ് എന്നറിയാൻ ആഗ്രഹമുണ്ട്. അതാണ് ഒന്നാമത്തെ ചോദ്യം. ഒരു വളച്ചു കെട്ടിയ നേക്ക് നേരെ ഒരു അവസാനത്തെ ചോദ്യം ചോദിക്കുകയാണ്. ഏറ്റവും ചുരുങ്ങിയത് ഇതിനെങ്കിലും ഒരു ഉത്തരം പറയണമെന്ന അഭ്യർത്ഥനയോടുകൂടി ബാക്കി ചോദ്യങ്ങളൊക്കെ അവിടെ കിടക്കുന്നു. ഒന്നിനും കൃത്യമായി ശരിയായ രീതിയിൽ നിങ്ങൾ ഉത്തരം പറഞ്ഞിട്ടില്ല. തൽക്കാലം എന്തൊക്കെ പറഞ്ഞു എന്ന് വരുത്താൻ ശ്രമിച്ചു എന്ന് മാത്രമാണ്. അവിടെ ഏറ്റവും ഏത് സാധാരണക്കാരനും ബോധ്യപ്പെടുന്ന രൂപത്തിലുള്ള ഒരൊറ്റ ചോദ്യം, അതെങ്കിലും ഉത്തരം പറയണേ. ഉത്തമ തലമുറയിൽപ്പെട്ട സ്വഹാബിമാരും താബികളും തബിഴ് താബികളും ഖൈറുന്നാസി ഖർനി സുമ്മല്ലദീന യലൂനഹും എന്ന് പറഞ്ഞ ആ ഉത്തമ തലമുറയിൽപ്പെട്ട ആരെങ്കിലും ഒരാൾ നബിദിനം ആഘോഷിക്കുകയോ ആഘോഷിക്കാൻ നിർദ്ദേശിക്കുകയോ ചെയ്ത വല്ലതുമുണ്ടോ? ഒറ്റ ചോദ്യം, വേറൊന്നുമില്ല. അങ്ങനെ ഉത്തമ തലമുറയിൽപ്പെട്ട ആരെങ്കിലും നബിദിനം ആഘോഷിക്കുകയോ ആഘോഷിക്കാൻ നിർദ്ദേശിക്കുകയോ ചെയ്ത വല്ലതും നിങ്ങൾക്ക് ഉദ്ധരിക്കാൻ കഴിയുമോ? നോക്കൂ, നിങ്ങൾ ഫൈസൽ മൗലവിയുടെ ഒന്നാമത്തെ ചോദ്യം വളരെ കൃത്യമാണ്. അദ്ദേഹം പറയുന്നത്, മുജാഹിദുകൾ വാദിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിക്കുക എന്നത് പ്രവാചകന് പരിചയമില്ല, സ്വഹാബത്തിന് പരിചയമില്ല, താബിഈങ്ങൾക്കോ തബഉ താബിഈങ്ങൾക്കോ ഈ ഉമ്മത്തിലെ പ്രഗത്ഭ പണ്ഡിതന്മാരായി അഇമ്മത്തുകളായി അറിയപ്പെടുന്ന മദ്ഹബിൻ്റെ ഇമാമിങ്ങൾക്കോ മുഹദ്ദിസുകൾക്കോ ഒന്നും പരിചയമില്ല. അവർക്കൊന്നും പരിചയമില്ലാത്ത ഈ ഒരു ഏർപ്പാട് ബിദ്അത്താണ് എന്നതാണ് ഞങ്ങളുടെ വാദം. ഇതിനെ ഖണ്ഡിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? അല്ല, അവർക്കൊക്കെ അത് പരിചയമുണ്ട്, അവരൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്ന് സമർത്ഥിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ എന്നായിരുന്നു ചോദ്യം. ആ ചോദ്യത്തിന് ധാരാളം അവസരങ്ങൾ ലഭിച്ചിട്ടും പല ആളുകളും അവരുടെ കൂട്ടത്തിൽ നിന്ന് മാറി മാറി വന്നിട്ടും അവരിൽ ഒരാൾക്ക് പോലും ആ പരാമർശം തെറ്റാണ് എന്ന് തെളിവ് സഹിതം സമർത്ഥിക്കാനേ സാധിച്ചിട്ടില്ല. അവസാനം ആ ചോദ്യം ഒന്നുകൂടി ഏത് സാധാരണക്കാരനും വ്യക്തമാകുന്ന രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിക്കുക എന്നുള്ളത് അത് നബിയോ സ്വഹാബത്തോ താബിയങ്ങളോ തബൗ താബിയങ്ങളോ ചെയ്തിട്ടുണ്ടോ? ഈ ഉമ്മത്തിലെ അയിമ്മത്തുകൾ ചെയ്തിട്ടുണ്ടോ? അതിന് വല്ല തെളിവും നിങ്ങൾക്ക് ഉദ്ധരിക്കാനുണ്ടോ എന്ന് വളരെ കൃത്യമായി ക്ലിയറായി ഒന്നുകൂടി ചോദിക്കുകയുണ്ടായി. പക്ഷേ അതിനും യാതൊരു നിലക്കും മറുപടി ലഭിച്ചില്ല. അപ്പോൾ നാം നേരത്തെ സൂചിപ്പിച്ച മാനദണ്ഡപ്രകാരം ഒരു വിഷയത്തിൽ അഭിപ്രായ ഭിന്നതയുണ്ടായാൽ അതിനെ ഖുർആനിലേക്കും സുന്നത്തിലേക്കുമാണല്ലോ മടക്കേണ്ടത്. അപ്പോൾ ഖുർആനിൽ ആ വിഷയം പരാമർശിക്കപ്പെട്ടിട്ടേ ഇല്ല എന്നുള്ളത് സമസ്തക്ക് ബോധ്യമുള്ള കാര്യമായിരുന്നു. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആനിൽ നിന്ന് തെളിവോതി ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിക്കാൻ വേണ്ടി അള്ളാഹു പറഞ്ഞ കാര്യമാണ്. ഈ ആയത്തിൽ അത് വ്യക്തമായി സൂചിപ്പിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ആ ആയത്തിലെ വാക്കുകളെ വിശദീകരിച്ചുകൊണ്ട് പ്രാമാണികരായ മുഫസ്സിരീങ്ങൾ ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിക്കാനുള്ള തെളിവാണ് എന്ന് തഫ്സീറുകളിൽ നിന്ന് ഇബാറത്ത് വായിച്ച് ഉദ്ധരിക്കാൻ കഴിഞ്ഞില്ല. അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജന്മദിനം ആഘോഷിച്ചിരിക്കുന്നു, നബി ജനിച്ച ആ ദിവസം
ഒരു ചെറിയ നിലക്കല്ലെങ്കിലും വിപുലമായ രൂപത്തിലാവേണ്ട ഒരു ഈത്തപ്പഴം വിതരണം ചെയ്തുകൊണ്ടോ പ്രത്യേകമായി വെള്ളം കുടിക്കാൻ കൊടുത്തുകൊണ്ടോ അല്ലെങ്കിൽ ഒരു വലീമ സംഘടിപ്പിച്ചുകൊണ്ടോ അതല്ലെങ്കിൽ അന്നേ ദിവസം പ്രത്യേകമായി അവരൊന്ന് ഒരുമിച്ച് കൂടിയിട്ടൊരു പ്രത്യേക സ്വലാത്ത് ചൊല്ലിക്കൊണ്ടോ ആ നിലക്കൊക്കെ ആ ദിവസത്തെ പരിഗണിച്ചിരുന്നു എന്ന് കാണിക്കാൻ ഉതകുന്ന രൂപത്തിലുള്ള ഒരു ഹദീസ് പോലും ഉദ്ധരിക്കാൻ സാധിച്ചില്ല. സഹാബികളോ താബീങ്ങളോ തബൗ താബീങ്ങളോ മദ്ഹബിൻ്റെ ഇമാമിങ്ങളിൽ ആരെങ്കിലും തന്നെ അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിച്ചിരുന്നു എന്നതിന് ഒരു രേഖ പോലും അവർക്ക് സമർത്ഥിക്കാൻ സാധിച്ചില്ല. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച മാനദണ്ഡപ്രകാരം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച മാനദണ്ഡപ്രകാരം ഈ ഒരു അഭിപ്രായ വ്യത്യാസമുള്ള വിഷയത്തിൽ യാതൊരു തെളിവും അവർക്ക് ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും ഉദ്ധരിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞതിലേക്ക് മടങ്ങാണ് വേണ്ടത്. എന്താണ്? അഭിപ്രായ വ്യത്യാസമുണ്ടാകുമ്പോൾ പുത്തൻ ആചാരങ്ങളെ നിങ്ങൾ ഒഴിവാക്കുകയും എൻ്റെ സുന്നത്തിനെ മുറുകെ പിടിക്കുകയും ചെയ്യുക. ഈ അടിസ്ഥാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിക്കുക എന്നുള്ളത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ബിദ്അത്താണ്. അവരാരും ചെയ്യാത്ത കാര്യമാണ്. മുഹ്ദസാത്തുൽ ഉമൂറാണ്. കാര്യങ്ങളിൽ പുതുതായി വന്ന കാര്യമാണ്. നബിക്കോ സഹാബത്തിനോ പരിചയമില്ല. അതുകൊണ്ട് അത് ഉപേക്ഷിക്കുകയാണ് വേണ്ടത് എന്നുള്ളത് വളരെ കൃത്യമായി നിഷ്പക്ഷമായി ചിന്തിക്കുന്ന ആളുകൾക്ക് ബോധ്യപ്പെട്ടിരിക്കുകയാണ്. ശരി, അപ്പോൾ സ്വാഭാവികമായും നിങ്ങൾക്കൊരു സംശയമുണ്ടാകും. സുന്നി പക്ഷം മുജാഹിദുകൾ പല നിലക്കുമുള്ള ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ അതിനെ ഖണ്ഡിക്കുവാൻ വേണ്ടിയും അവരുടെ വാദം സമർത്ഥിക്കാൻ വേണ്ടിയും മറ്റു ചില ചോദ്യങ്ങൾ ഇങ്ങോട്ട് ചോദിച്ചിട്ടുണ്ടല്ലോ. അതവരുടെ വാദം സമർത്ഥിക്കാൻ വേണ്ടിയുള്ള ചോദ്യങ്ങളാണല്ലോ. അതിനോട് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? അങ്ങനെ പറയാനുള്ള കാരണം, സാധാരണ നിലക്ക് സമസ്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിക്കാൻ വേണ്ടി തെളിവായി ഉദ്ധരിക്കാറുള്ളത് സൂറത്തു യൂനിസിലെ 10-ാം അധ്യായത്തിലെ 57-58 ആയത്തുകളാണ്. യാ അയ്യുഹന്നാസു ഖദ് ജാഅത്കും മൗഇദത്തും മിർ റബ്ബിക്കും വശിഫാഉ ലിമാ ഫിസ്സുദൂരി വഹുദൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫലിയഫറഹു ഹുവ ഖൈറു മിമ്മാ യജ്മഊൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരോട് പറയുകയാണ്, നിങ്ങൾക്ക് അല്ലാഹുവിൽ നിന്നുള്ള ഒരു നല്ല സതുപദേശവും അതേപോലെ തന്നെ ഹൃദയങ്ങൾക്ക് ശിഫ നൽകുന്നതുമായിട്ടുള്ള കാര്യം അവതരിപ്പിച്ചിരിക്കുന്നു. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഹുദ അവതരിപ്പിച്ചിരിക്കുന്നു. മുഅ്മിനുകൾക്ക് റഹ്മത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിരിക്കുന്നു. അത് അള്ളാഹുവിൻ്റെ ഫദ്ല് കൊണ്ടും റഹ്മത്ത് കൊണ്ടുമാണ്. ഫബിദാലിക ഫലിയഫ്റഹു, അതുകൊണ്ട് നിങ്ങൾ സന്തോഷിച്ചുകൊള്ളൂ എന്ന് പരിശുദ്ധ ഖുർആനിലുണ്ട്. അപ്പോൾ ഇവിടെ റഹ്മത്ത് എന്ന് പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ചാണ്. വിശ്വാസികൾക്ക് റഹ്മത്ത് എന്ന് പറഞ്ഞത് നബിയെക്കുറിച്ചാണ്. കാരണം വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ എന്ന് ഖുർആനിലുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ആ നബി മുഖേന നിങ്ങൾ സന്തോഷിച്ചുകൊള്ളൂ എന്ന് ഖുർആനിലില്ലേ? അതുകൊണ്ട് ആ സന്തോഷിക്കുന്നതിൻ്റെ ഭാഗമാണ് ജന്മദിനം ആഘോഷിക്കുക എന്നുള്ളത്. അത് എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് ജന്മദിനം ആഘോഷിക്കാൻ തെളിവുണ്ട് എന്ന് വിദൂരമായ ഒരു വ്യാഖ്യാനം നിർവഹിച്ചുകൊണ്ട് സാധാരണ നിലക്ക് അവർ പറയാറുണ്ട്. അപ്പോൾ നാം അതിനെ സാധാരണ നിലക്ക് ഖണ്ഡിക്കാറുള്ളത്, അതിൽ ജന്മദിനം ആഘോഷിക്കാൻ പറഞ്ഞിട്ടില്ല. അവിടെ റഹ്മത്ത് എന്നതുകൊണ്ട് ഖുർആനാണ് ഉദ്ദേശം. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഉദ്ദേശമെങ്കിൽ പോലും ആ നബിയെക്കൊണ്ട് സന്തോഷിക്കുക എന്നുള്ളത് ഏതെങ്കിലും ഒരു ദിവസം ചെയ്യേണ്ട കാര്യമല്ല, വർഷത്തിൽ ഒരിക്കൽ ചെയ്യേണ്ട കാര്യമല്ല. ജീവിതത്തിലുടനീളം ആ സന്തോഷം നമ്മളിൽ ഉണ്ടാവണം. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് നബി ജനിച്ചു എന്നത്, അതല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രവാചകനായി നിയോഗിച്ചു എന്നുള്ളത് നമുക്ക് ജീവിതത്തിലുടനീളം സന്തോഷിക്കേണ്ട ഒരു കാര്യമാണ് എന്നേ അതിൽ നിന്ന് ലഭിക്കുള്ളൂ. അതല്ലാതെ അത് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ജന്മദിനം ആഘോഷിക്കാൻ, അതല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിക്കാനുള്ള തെളിവാണ് എന്ന് പ്രാമാണികരായ മുഫസ്സിറുകളൊന്നും സൂചിപ്പിച്ചിട്ടില്ല. സ്വഹാബികൾ ആരും ആ നിലക്ക് അതിനെ വ്യാഖ്യാനിക്കുകയും ചെയ്തിട്ടില്ല. ജന്മദിനം ആഘോഷിക്കുക എന്നുള്ള ഏർപ്പാട് അക്കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നിട്ട് പോലും അവരാരും തന്നെ അതിനെ അങ്ങനെ വ്യാഖ്യാനിച്ചിട്ടില്ല എന്ന് നമ്മൾ മറുപടി പറയും. അപ്പോൾ സ്വാഭാവികമായും അവർ ചോദിക്കുകയാണ്, എന്ത്? പക്ഷേ ഞങ്ങൾക്കതിൽ നിന്ന് ആ നിലക്ക് കാര്യങ്ങളെ മനസ്സിലാക്കി ചെയ്യാൻ അനുവാദമുണ്ട്. അതാണ് സമസ്ത വാദിക്കുന്നത്. ഏതുപോലെ നിങ്ങൾ സൂറത്തു ആലു ഇമ്രാനിലെ 104-ാമത്തെ ആയത്ത്, 3-ാം അധ്യായത്തിലെ 104-ാമത്തെ ആയത്ത്, വൽതക്കും മിൻകും ഉമ്മത്തുൻ യദുഊന ഇലൽ ഖൈർ വയഅ്മുറൂന ബിൽ മഅറൂഫ് വയൻഹൗന അനിൽ മുൻകർ, നിങ്ങളിൽ നിന്നൊരു സംഘമുണ്ടാകട്ടെ, നന്മയിലേക്ക് ക്ഷണിക്കുന്ന, നന്മ കൽപ്പിക്കുന്ന, തിന്മ വിരോധിക്കുന്ന ഒരു സംഘമുണ്ടാവട്ടെ എന്ന ആയത്ത് സംഘടന ഉണ്ടാക്കാൻ തെളിവാണ് എന്ന് നിങ്ങൾ പറയാറുണ്ടല്ലോ. അപ്പോൾ സംഘടന ഉണ്ടാക്കാൻ ഈ ആയത്ത് തെളിവാണ് എന്ന് നിങ്ങൾ പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംഘടന ഉണ്ടാക്കിയിട്ടില്ല, സ്വഹാബികൾ സംഘടന ഉണ്ടാക്കിയിട്ടില്ല, താബീങ്ങളോ തബൗ താബീങ്ങളോ ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ അവർക്ക് ആ ആയത്തിൽ നിന്ന് സംഘടന ഉണ്ടാക്കുകയാണെന്ന് മനസ്സിലായിട്ടില്ല. എന്നാൽ പിൽക്കാലഘട്ടത്തിൽ നിങ്ങൾക്ക് മനസ്സിലായി, അതുകൊണ്ട് നിങ്ങൾ സംഘടന ഉണ്ടാക്കി. അതുപോലെ തന്നെ സൂറത്ത് യൂനിസിലെ 57-58 ആയത്തുകൾ
അത് നബിയോ സ്വഹാബികളോ ജന്മദിനം ആഘോഷിക്കുക എന്ന് മനസ്സിലാക്കിയിട്ടില്ലെങ്കിലും പിൽക്കാലഘട്ടക്കാർക്ക് അങ്ങനെ മനസ്സിലാക്കുന്നതിൽ വിരോധമൊന്നുമില്ല. അതുകൊണ്ട് ആ നിലയ്ക്ക് നബിയുടെ ജന്മദിനം ആഘോഷിക്കുന്നതിന് കുഴപ്പമില്ല എന്നുള്ള ഒരു വാദമാണ് അവർ യഥാർത്ഥത്തിൽ മുന്നോട്ട് വച്ചിട്ടുള്ളത്. സത്യത്തിലൊരു വാദം എന്നതിനേക്കാൾ ആ സംവാദം കേട്ടാൽ നമുക്ക് തോന്നുന്നത് അത് ദയനീയമായ അവരുടെ ഒരു അപേക്ഷ പോലെയാണ് യഥാർത്ഥത്തിൽ തോന്നുന്നത്. അതീവ ദയനീയമായ ഒരപേക്ഷ പോലെയാണ്. എന്താണ്, നിങ്ങൾ ഈ ആയത്തിനെ തെളിവാക്കി, അതല്ലെങ്കിൽ ഈ ആയത്തൊക്കെ നിങ്ങൾ തെളിവ് പിടിക്കാറുണ്ടല്ലോ സംഘടനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ, അതേപോലെ ഞങ്ങളെയും അനുവദിക്കണം, ഞങ്ങളെ ഒന്ന് വെറുതെ വിടണം. ഇത് നബി ചെയ്തിട്ടില്ല, സഹാബികൾ ചെയ്തിട്ടില്ല, ഉത്തമ തലമുറയിൽ ആരും ചെയ്തിട്ടില്ല എന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. പക്ഷേ നിങ്ങൾ ഞങ്ങളെ ഒന്ന് സഹായിക്കണം, നിങ്ങളിങ്ങനെ തെളിവ് പിടിക്കുന്നുണ്ടല്ലോ, അതേപോലെ ഈ ആയത്ത് തെളിവ് പിടിച്ച് നബിദിനം ആഘോഷിക്കാനുള്ള ഒരു അനുവാദം ഞങ്ങൾക്ക് കിട്ടണമെന്നൊരു അപേക്ഷ പോലെയാണ് പലപ്പോഴും അവരുടെ സംസാരം തോന്നിയിട്ടുള്ളത്. സ്വാഭാവികമായും ചില ആളുകൾക്കെങ്കിലും സംശയമുണ്ടാകാം, എന്താണ് അവരുടെ ന്യായം ശരിയല്ലേ, അവരുടെ വാദത്തിന് നിലനിൽപ്പില്ലേ, അപ്പോൾ എന്തുകൊണ്ടാണ് അവർക്ക് ആ ഒരു അടിസ്ഥാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനവും ആഘോഷിച്ചുകൂടാ എന്ന് ചിലർക്കെങ്കിലും തോന്നാം. അവിടെ വളരെ കൃത്യമായി സൂചിപ്പിക്കാനുള്ളത്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സൂറത്തു ആലു ഇമ്രാനിലെ 104-ാമത്തെ ആയത്തിൽ അള്ളാഹുവിൻ്റെ ദീനിലേക്ക് ക്ഷണിക്കുന്ന, നന്മ കൽപ്പിക്കുന്ന, തിന്മ വിരോധിക്കുന്ന ഒരു സംഘമുണ്ടാകട്ടെ എന്നുള്ള ആയത്ത്, ഈ ആയത്ത് ഉപയോഗിച്ചുകൊണ്ട് സംഘടന ഉണ്ടാക്കുക എന്നുള്ളത് ഒരു പ്രത്യേക ഇബാദത്താണ്. അപ്പോൾ സംഘടന ഉണ്ടാക്കണം എന്നാണ് ഈ ആയത്തിൽ നിന്ന് ലഭിക്കുന്നത്. അതുകൊണ്ട് സംഘടന ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുക എന്നുള്ളത് ഒരു ഇബാദത്താണ് എന്നുള്ള നിലക്കാണ് നാം അത് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായും അവർ പറഞ്ഞത് ശരിയാണ്, അവരുടെ വാദത്തിന് അടിസ്ഥാനമുണ്ട്. എന്നാൽ സംഘടന ഉണ്ടാക്കുക എന്നതല്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ ആയത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. മറിച്ച് ആ ആയത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ദഅവാ പ്രവർത്തനങ്ങൾ നിർവഹിക്കുവാൻ ഒരു കൂട്ടായ്മ എപ്പോഴും മുസ്ലിം ഉമ്മത്തിലുണ്ടാകണം. അതിന് ഏത് രൂപമുണ്ടെങ്കിലും ശരി, അതാണ് ആ ആയത്തിലെ തെളിവ്. ഇല്ലായെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? സംഘടന ഉണ്ടാക്കുക എന്നതിനൊരു പ്രത്യേക കാര്യമായി കരുതുകയാണെങ്കിൽ വർഷത്തിലൊരിക്കൽ ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടുന്നു, പ്രസിഡൻറ്റിനെ, സെക്രട്ടറിയെ, ട്രഷററെ, മറ്റു പ്രവർത്തക സമിതി അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നു. അന്നത്തെ ദിവസം ആ ഇബാദത്ത് കഴിഞ്ഞു അത് പിരിച്ചുവിട്ടു. പിന്നെ അടുത്ത വർഷം വീണ്ടും വിളിക്കുന്നു, വീണ്ടും സംഘടന ഉണ്ടാക്കുന്നു, അന്നത്തെ ദിവസം കഴിഞ്ഞു അത് പിരിച്ചുവിട്ടു. ഇങ്ങനെ സംഘടന രൂപീകരിക്കുക എന്നുള്ളത് തന്നെ ഒരു അമലാണ്, ഒരു ഇബാദത്താണ് എന്ന് ആയത്തോതി പറഞ്ഞെങ്കിലേ സമസ്തയുടെ വാദത്തിന് നിലനിൽപ്പുള്ളൂ. എന്നാൽ മുജാഹിദുകൾ ആ നിലക്കാണോ ആ ആയത്തിനെ വിശദീകരിച്ചത്? അഥവാ ഈ ആയത്തിൽ നിന്ന് പൂർവികർക്കൊന്നും മനസ്സിലാവാത്തൊരു പുതിയ കർമ്മം ചെയ്യാൻ അള്ളാഹു പറഞ്ഞിരിക്കുന്നു. അപ്പോൾ സംഘടന ഉണ്ടാക്കുക എന്നുള്ളത് അതൊരു പുതിയ ഇബാദത്താണ്, അതല്ലെങ്കിൽ അതിന് വലിയൊരു പുണ്യം കിട്ടുന്നൊരു പ്രവൃത്തിയാണ്. അതുകൊണ്ട് നമുക്കിങ്ങനെ വർഷാവർഷം ഇങ്ങനെ സംഘടന ഉണ്ടാക്കാം, വർഷാവർഷം ഇങ്ങനെ തിരഞ്ഞെടുപ്പ് ഉണ്ടാക്കാം, അതൊരു ഇബാദത്താണ്. അത് കഴിഞ്ഞാൽ അതിൻ്റെ പ്രസക്തി കഴിഞ്ഞു. ആ നിലക്കാണോ പ്രസ്ഥാനം ഈ ആയത്തിനെ യഥാർത്ഥത്തിൽ തെളിവാക്കിയത്? ഒരിക്കലുമല്ല. മറിച്ച് സംഘടനക്കല്ല അത് തെളിവാക്കിയത്, അതിന് ശേഷം പറഞ്ഞ കാര്യമാണ്. അക്കാര്യമാകട്ടെ ഇസ്ലാമിലുള്ളതാണ്, അതിൻ്റെ വസീല മാത്രമാണ് സംഘടന എന്നുള്ളത്. എന്താണ് അതിൽ പറഞ്ഞിട്ടുള്ളത്? വൽതകും മിൻകും ഉമ്മത്തുൻ യദുഊന ഇലൽ ഖൈർ, ഖൈറിലേക്ക് ക്ഷണിക്കുന്ന ഒരു സംഘം നിങ്ങളിൽ നിന്ന് ഉണ്ടാകണം. ഇത് നബിക്ക് പരിചയമില്ലാത്ത കാര്യമാണോ? ജന്മദിനാഘോഷം പോലെയാണോ അത്? ശരിക്കും ശ്രദ്ധിക്കുക. ജന്മദിനാഘോഷം എന്നുള്ളത് അള്ളാഹുവിൻ്റെ റസൂല് ഒരിക്കലും ചെയ്തിട്ടില്ല, സ്വഹാബികൾ ഒരിക്കലും ചെയ്തിട്ടില്ല, താബിയങ്ങളോ തബൗ താബിയങ്ങളോ ഈ ഉമ്മത്തിൽ അയിമത്തുകളോ ഒരിക്കലും ചെയ്തിട്ടില്ല. എന്നാൽ യദുഊന ഇലൽ ഖൈർ, നന്മയിലേക്ക് ക്ഷണിക്കുക, ഇത് നബി ചെയ്യാത്ത കാര്യമാണോ? അള്ളാഹുവിൻ്റെ റസൂല് നബി ആയതിനു ശേഷം മരിക്കുന്നത് വരെ നിരന്തരം ചെയ്ത കാര്യമാണെന്ത്? യദുഊന ഇലൽ ഖൈർ. സ്വഹാബികളും അതാണ് ചെയ്തത്, അയിമത്തുകളും അതാണ് ചെയ്തത്. അതേപോലെ തന്നെ വയഅ്മുറൂന ബിൽ മഅറൂഫ്, നന്മ കൽപ്പിക്കുക, ഇത് നബിക്ക് പരിചയമില്ലാത്തതാണോ? വയൻഹൗന അനിൽ മുൻകർ, തിന്മയെ വിലക്കുക, ഇത് പ്രവാചകന് പരിചയമില്ലാത്തതാണോ? നബിയുടെ ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട വർഷങ്ങളും നിമിഷങ്ങളും അള്ളാഹുവിൻ്റെ റസൂല് ചെലവഴിച്ചത്, മരിക്കുന്നത് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെലവഴിച്ചത് നന്മ കൽപ്പിക്കാനും തിന്മ വിരോധിക്കാനുമാണ്, പുണ്യത്തിലേക്ക് ക്ഷണിക്കാനാണ്. സ്വഹാബികളും അതിന് തന്നെയാണ്. അപ്പോൾ സ്വഹാബത്തിന് പരിചയമില്ലാത്ത കാര്യമല്ല. ഈ കാര്യം ചെയ്യുവാൻ, അതേത് കാലഘട്ടത്തിലും ചെയ്യുവാൻ ഈ ആയത്ത് തെളിവാണ്. അതിന് വ്യത്യസ്തങ്ങളായ വസീലകൾ ഉപയോഗിക്കാം. കത്തുകൾ എഴുതാം, റിസാലകൾ എഴുതാം, പേപ്പറിൽ എഴുതാം, അതൊരു വസീലയാണ്. അതേപോലെ തന്നെ ഇന്ന് ആധുനിക കാലഘട്ടത്തിൽ നമുക്കറിയാമല്ലോ, യൂട്യൂബുകൾ, സോഷ്യൽ മീഡിയകൾ ഉപയോഗിച്ചുകൊണ്ട് ദഅവത്ത് നടത്താം, പുസ്തകങ്ങൾ എഴുതാം. ഇനി വേറെ വല്ല വസീലകളുമുണ്ടോ? അതൊക്കെ ഉപയോഗിക്കാം ഹറാമല്ലാത്ത കാലത്തോളം. അപ്പോൾ ഹറാമല്ലാത്ത കാലത്തോളം ഏതൊരു കാലഘട്ടത്തിലെയും മാർഗങ്ങൾ, വസീലകൾ ഉപയോഗിക്കുന്നു.
ആ വസീലകൾ ഉപയോഗിക്കുന്നത് എന്തിനാണ്? ഇസ്ലാമിൽ സ്ഥിരപ്പെട്ട ഈ കാര്യം ചെയ്യാനാണ്. അതുകൊണ്ട് തന്നെ നബിക്കോ സഹാബത്തിനോ ഒട്ടും പരിചയമില്ലാത്ത ജന്മദിനാഘോഷവും നന്മയിലേക്ക് ക്ഷണിക്കലും നന്മ കൽപ്പിക്കലും തിന്മ വിരോധിക്കലുമെന്ന അവരുടെ ജീവിതത്തിലുടനീളം അവർ ചെയ്ത കാര്യവും ഒരുപോലെയാണോ? ബുദ്ധിയുള്ളവരെ ചിന്തിക്കൂ. അതുകൊണ്ട് തന്നെ അവരുടെ ആ മറുചോദ്യം എന്നുള്ളത് അപ്രസക്തമാണ്. മുജാഹിദ് പ്രസ്ഥാനം ഈ ആയത്തോതിയത് സംഘടന ഉണ്ടാക്കൽ എന്നുള്ള പുതിയൊരു ഇബാദത്ത് പരിചയപ്പെടുത്താനല്ല, മറിച്ച് സംഘടിക്കുകയും ഒന്നായി ചേർന്ന് നിന്നുകൊണ്ട് വ്യവസ്ഥാപിതമായി ഈ ദഅവാ പ്രവർത്തനങ്ങൾ നടത്തണം. അതിന് ഇന്ന് കാണുന്ന സംഘടനയുടെ ഏതു രൂപങ്ങളുമാകാം. ഒരാൾ മാത്രം നേതാവായി ബാക്കിയുള്ള ആളുകൾക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന രീതിയിലാകാം, അതല്ലെങ്കിൽ പ്രസിഡൻറ്റ്, സെക്രട്ടറി തുടങ്ങിയ രീതികളിലാവാം, ഒരു അമീറിൻ്റെ നേതൃത്വത്തിലാകാം. അങ്ങനെ ഏതു വഴികളും സ്വീകരിക്കാം. അവിടെ ഏതു വഴി സ്വീകരിക്കുന്നു എന്നതല്ല, ഈ ഒരു പ്രബോധന പ്രവർത്തനം നടക്കുന്നുണ്ടോ എന്നുള്ളതാണ് കാര്യം. അതുകൊണ്ട് തന്നെ സമസ്ത തിരിച്ചു ചോദിച്ച ആ ചോദ്യത്തിന് യാതൊരു പ്രസക്തിയുമില്ല. അള്ളാഹുവിൻ്റെ റസൂൽ നിരന്തരം ചെയ്ത കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയാണ് ഇവിടെ സംഘടിത രൂപവും അതേപോലെയുള്ള പ്രവർത്തനങ്ങളും ഉണ്ടാകുന്നത്. ഒരു പ്രിൻറ്റിംഗ് പ്രസ് അത് നബിക്ക് പരിചയമില്ല, സ്വഹാബത്തിന് പരിചയമില്ല. പക്ഷേ നമ്മളൊരു പ്രിൻറ്റിംഗ് പ്രസ് ഉണ്ടാക്കിയിട്ട് അതിൽ പുസ്തകങ്ങൾ അച്ചടിച്ച് നല്ല നല്ല കാര്യങ്ങൾ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്താൽ അത് വൽതക്കും മിൻകും ഉമ്മത്തുൻ എന്നുള്ള ആയത്ത് അപ്പോൾ തെളിവായി ഓതാം. സംഘടന രൂപീകരിക്കുമ്പോൾ തെളിവായി ഓതാം. ഒരു കത്തെഴുതുമ്പോൾ തെളിവായി ഓതാം. യൂട്യൂബിൽ ഒരു ചാനൽ തുടങ്ങുമ്പോൾ തെളിവായി ഓതാം. സോഷ്യൽ മീഡിയയിൽ ഏതെങ്കിലും നിലക്കുള്ള ഗ്രൂപ്പുകൾ ഫോം ചെയ്യുമ്പോൾ ഇത് തെളിവായി ഓതാം. യാതൊരു വിരോധവുമില്ല. അപ്പോൾ ഈ നിലക്കാണ് സമസ്ത അവരുടെ എതിർവാദം ഉന്നയിച്ചത്. അതിന് യാതൊരു നിലക്കും നിലനിൽപ്പില്ലാത്തതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ദീനിൽ ഉള്ള ഒരു കാര്യം ചെയ്യുന്ന വിഷയത്തിലുള്ള വസീലയാണ് ഇവിടെ യഥാർത്ഥത്തിൽ സംഘടന എന്നുള്ളത്. ഒരു ഉദാഹരണം കൂടി നിങ്ങൾക്ക് പറഞ്ഞു തരാം. പള്ളികൾ ഉണ്ടാക്കണം, അത് ഇസ്ലാമിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എന്ന് ആർക്കും സംശയമല്ല. പള്ളികളിലാണ് ജമാഅത്തായി നമസ്കരിക്കേണ്ടത്, എഴുത്തിക്കാഫിരിക്കേണ്ടത് പള്ളിയിലാണ്, ജുമാ ജമാഅത്തുകൾ നടക്കേണ്ടത് പള്ളിയിലാണ്. അപ്പോൾ പള്ളികൾ നിർമ്മിക്കപ്പെടണം. പക്ഷേ ആ പള്ളികൾ നിർമ്മിക്കപ്പെടുമ്പോൾ ആ പള്ളികൾ നിർമ്മിക്കുക എന്നുള്ളത് ദീനിലുള്ള കാര്യമാണ്, ഖുർആനിലും ഹദീസിലും ഉള്ള കാര്യമാണ്. പക്ഷേ അതിന് ആധുനിക കാലഘട്ടത്തിൽ യൂസ് ചെയ്യുന്നത് പോലെയുള്ള ഗ്രാനൈറ്റുകൾ, മാർബിളുകൾ നബിയുടെ കാലഘട്ടത്തിൽ ഉപയോഗിച്ചിട്ടില്ല. അന്ന് മരത്തടികളും ഈത്തപ്പനയുടെ തടികളും ഓലകളും കല്ലുകളും അതേപോലെയുള്ളതാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇന്ന് അത്യാധുനികമായ മറ്റു കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഒരാൾ ഒരു പള്ളി ഉണ്ടാക്കിയാൽ അതിന് യാതൊരു വിരോധവുമില്ല. അത് നബി ചെയ്യാത്തൊരു കാര്യമോ വിധേയത്വമോ അല്ല. കാരണം മസ്ജിദ് ഉണ്ടാക്കുക എന്നത് അസ്ലിൽ മതത്തിലുള്ളതാണ്. അത് ഏത് രൂപത്തിൽ ഏത് മെറ്റീരിയലുകൾ ഉപയോഗിക്കുക എന്നുള്ളത് ഓരോ കാലഘട്ടത്തിനനുസരിച്ച് മാറുന്നതിൽ യാതൊരു വിരോധവുമില്ല. കത്തുകൾ എഴുതുന്നത് ഇന്ന് നമുക്ക് കമ്പ്യൂട്ടറിലും മൊബൈൽ ഫോണിലുമൊക്കെ വളരെ കൃത്യമായി ഡിജിറ്റൽ രൂപത്തിൽ റിസാലകൾ ഉണ്ടാക്കാൻ പറ്റും. നബിയുടെ കാലഘട്ടത്തിൽ പേനയാണ് ഉപയോഗിച്ചത്, മഷിയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ വസീലകൾ മാറാം. പക്ഷേ ഈ കാര്യം അത് മതത്തിൽ ഉള്ളതാണ്. ആ മതത്തിലുള്ള കാര്യങ്ങളുടെ വസീലകളെ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ അത് തെളിവാക്കിയിട്ട് മതത്തിൽ തീരെയില്ലാത്തൊരു കാര്യം കടത്തിക്കൂട്ടാൻ അതിനെ തെളിവാക്കുക എന്നുള്ളത് അസംബന്ധമാണ്, അത് ബേസ്ലെസ് ആണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിക്കുക എന്നൊരു ഏർപ്പാട് ചെറിയ രൂപത്തിലെങ്കിലും നബിയുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ആ രൂപത്തിൽ ചെയ്യാമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഈത്തപ്പഴമാണ് വിതരണം ചെയ്തതെങ്കിൽ നമുക്ക് പോത്തിനെ അറക്കാമായിരുന്നു. പക്ഷേ അള്ളാഹുവിൻ്റെ റസൂൽ ആ ഒരു ദിവസത്തെ പരിഗണിച്ചിട്ടേയില്ല, സ്വഹാബികൾ പരിഗണിച്ചിട്ടില്ല. അങ്ങനെ ഒരു വിഷയം ഖുർആനിലോ ഹദീസിലോ വന്നിട്ടേയില്ല. ഒരു നബിയുടെ ജന്മദിനാഘോഷവും കൊണ്ടാടിയതായി നമുക്ക് കാണാൻ സാധിക്കുകയില്ല. എന്ന് മാത്രമല്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്നേഹമുള്ളവരാണെങ്കിൽ ചെയ്യേണ്ടത് യഥാർത്ഥത്തിൽ ജന്മദിനം ആഘോഷിക്കുക എന്നുള്ളത് ഫിർഔൻ തുടങ്ങി വെച്ച കാര്യമാണ്. നിങ്ങൾ ജന്മദിനാഘോഷത്തിൻ്റെ ചരിത്രമെടുത്ത് പരിശോധിച്ച് നോക്കൂ. ഫറോവയെ പോലെയുള്ള ധിക്കാരികളായ ആളുകൾ തുടങ്ങിയ മോശമായൊരു ഏർപ്പാടാണ്. അതുകൊണ്ട് തന്നെ ആദ്യകാല ക്രൈസ്തവ യഹൂദരും ക്രൈസ്തവരും ജന്മദിനം ആഘോഷിക്കാറുണ്ടായിരുന്നില്ല. അവർ പറഞ്ഞത് അത് ബഹുദൈവാരാധകരുടെ ഏർപ്പാടാണ്. സാലിഹ്യങ്ങളോ അമ്പിയാക്കളോ പ്രവാചകന്മാരോ ജന്മദിനം ആഘോഷിക്കാറില്ല, അതുകൊണ്ട് നാം അത് ആഘോഷിക്കാൻ പാടില്ല എന്നാണ് യഹൂദരും ക്രൈസ്തവരും വരെ അവരുടെ ഗ്രന്ഥങ്ങളിൽ എഴുതി വച്ചിട്ടുള്ളത്. എന്നാൽ പിൽക്കാലഘട്ടത്തിൽ അവർ അത്തരം തിന്മകളൊക്കെ കൊണ്ടുവന്നു. അപ്പോൾ ഫറോവ തുടങ്ങി വെച്ച മോശക്കാരായ ആളുകൾ തുടങ്ങി വെച്ച ഒരു ഏർപ്പാടാണോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ പേരിൽ നമ്മൾ നടത്തേണ്ടത്? നമ്മളത് ഉപേക്ഷിക്കുകയല്ലേ വേണ്ടത്? അത്രയും മോശമായൊരു കാര്യം പ്രവാചകൻ്റെ പേരിൽ നടത്തുകയാണോ നമ്മൾ വേണ്ടത്? അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ചിന്തിക്കുക. ഇത്തരത്തിലുള്ള ഏർപ്പാടുകളൊന്നും ഇസ്ലാമിലില്ലാത്തതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ സ്വാഭാവികമായും ഒരു സംശയമുണ്ടാകാം. അവർ വേറെയും പല കാര്യങ്ങളും ഉദ്ധരിച്ചിട്ടുണ്ടല്ലോ. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി വെള്ളിയാഴ്ച ദിവസം പള്ളിയിൽ പോകുന്നതിന് മുമ്പ് സദക്ക കൊടുത്തത് സൂറത്തുൽ മുജാദലയിലെ ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞിട്ടില്ലേ? അതേപോലെ തന്നെ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി റൗളയിലിരുന്ന് ഹദീസ് എഴുതിയത് അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടില്ലേ?
അതൊന്നും മറ്റാരും ചെയ്യാത്ത കാര്യങ്ങളാണല്ലോ. അപ്പോൾ ആ നിലക്ക് ആയത്തിൽ നിന്നോ ഹദീസിൽ നിന്നൊക്കെ പൂർവികർ ചെയ്യാത്തൊരു കാര്യം ചെയ്താൽ അത് ബിദ്അത്താകുമോ? സത്യത്തിൽ ബിദ്അത്ത് എന്താണ്? എന്നാൽ ഖുർആനിലും ഹദീസിലും വന്നിട്ടുള്ള ആശയങ്ങളുടെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർക്ക് അവർ ഇസ്തിംബാത്ത് ചെയ്യുന്ന അതല്ലെങ്കിൽ തെളിവായി പിടിച്ചുകൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങൾ എന്താണ്? ഇത് രണ്ടും തമ്മിൽ വ്യവച്ഛേദിച്ച് മനസ്സിലാക്കാനുള്ള ഒരു ഉസൂലിയായ ഇൽമു പോലും സമസ്തയുടെ പക്ഷത്തുള്ള ആളുകൾക്കുണ്ടായിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി സദക്ക നൽകി. നമ്മുടെ ഒന്നാമത്തെ ചോദ്യം, സദക്ക നൽകുക എന്നുള്ളത് ദീനിലുള്ളതാണോ? നബി ചെയ്തതാണോ? സ്വഹാബികൾ ചെയ്തതാണോ? അവരെല്ലാവരും ചെയ്ത കാര്യമാണ്. സൂറത്തുൽ മുജാദലയിലെ അള്ളാഹുവിൻ്റെ റസൂലിനോട് മുനാജാത്ത് നടത്തുമ്പോൾ സദക്ക വെക്കണം എന്നുള്ള ആയത്ത് നടപ്പിലാക്കിയ ഒരു സഹാബിയെങ്കിലും ഉണ്ടല്ലോ, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. അപ്പോൾ അവരത് ചെയ്തതാണ്. പിന്നീട് അത് മൻസൂഹാക്കപ്പെട്ടു. അതിൻ്റെ വുജൂബാണോ, നിർബന്ധിതാവസ്ഥയാണോ മൻസൂഹാക്കപ്പെട്ടത്? അതല്ല അതിൻ്റെ ഇസ്തിഹ്ബാബ്, അത് വീണ്ടും തുടർന്നാൽ നല്ലതാണ് എന്നുള്ളത് മൻസൂഹാക്കപ്പെട്ടിട്ടില്ലേ? അതൊക്കെ മറ്റൊരു വിഷയമാണ്. അപ്പോൾ ഈ ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പണ്ഡിതന് പിൽക്കാലഘട്ടത്തിൽ തോന്നുകയാണ്, റസൂലുള്ളയോട് മുനാജാത്ത് നടത്തുമ്പോൾ സദക്ക ചെയ്യൽ നല്ലതാണെങ്കിൽ അള്ളാഹുവിനോടുള്ള മുനാജാത്തല്ലേ നമസ്കാരങ്ങൾ, അപ്പോൾ ആ നമസ്കാരത്തിന് പോകുമ്പോൾ സദക്ക ചെയ്താൽ അത് നല്ലതല്ലേ ഒരു വ്യക്തിക്ക് തോന്നിയാൽ അതൊരു ഇസ്തിദ്ലാലാണ്, ആയത്തിൽ നിന്ന് തെളിവ് പിടിക്കലാണ്. അത് അദ്ദേഹം ജനങ്ങളോട് പ്രത്യേകമായ ഒരു കർമ്മമായി പഠിപ്പിക്കാത്ത കാലത്തോളം, എന്ന് പറഞ്ഞാൽ എല്ലാവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മുനാജാത്ത് നടത്തുമ്പോൾ സദക്ക ചെയ്യാൻ അള്ളാഹു പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അള്ളാഹുവിനോടുള്ള മുനാജാത്താണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതുകൊണ്ട് ഓരോ 5 വക്ത് നമസ്കാരത്തിന് പോകുമ്പോൾ സദക്ക ചെയ്യൽ പ്രത്യേക സുന്നത്താണ് എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ പഠിപ്പിക്കുമ്പോൾ അത് വിഷയമാണ്. എന്നാൽ ഏതെങ്കിലും ഒരു പണ്ഡിതൻ ആ ആയത്തിൽ നിന്ന് അങ്ങനെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ, ആ വ്യക്തി ആ നിലക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ, ആ ഇസ്തിദ്ലാൽ തെറ്റാണെങ്കിൽ അത് സ്വീകരിക്കപ്പെടാതെ പോയേക്കാം, ശരിയാണെങ്കിൽ ആ വ്യക്തിക്ക് കൂലിയും കിട്ടിയേക്കാം. എന്നതിനപ്പുറത്ത് അതിനെ ഒരു ബിദഅത്തായി ആരും പറയാറില്ല. ആ വ്യക്തി അത് സമൂഹത്തിൽ ഇങ്ങനെ ചെയ്യണമെന്ന് പ്രത്യേകം പഠിപ്പിക്കാത്ത കാലത്തോളം നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. സദഖയുടെ പ്രാധാന്യത്തിൻ്റെ ഹദീസുകൾ മനസ്സിലാക്കിയതിന് ശേഷം ചില മഹൽ വ്യക്തിത്വങ്ങൾ പള്ളികളിലേക്ക് പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ സദഖ കരുതുമായിരുന്നു. എത്രത്തോളം ഒന്നും കിട്ടിയിട്ടില്ലെങ്കിൽ വീട്ടിൽ വല്ല ഉള്ളിയോ തക്കാളിയോ ഉണ്ടെങ്കിൽ അതെടുത്ത് അവർ പള്ളിയിലേക്ക് പോകും. എന്നിട്ട് ഏതെങ്കിലും ഫക്കീറുകളായ ആളുകൾക്ക് ആ തക്കാളി, ആ ഉള്ളി കൊടുക്കും. അത് അവർ ആ ഹദീസിൽ നിന്ന് സദഖയുടെ പ്രാധാന്യം മനസ്സിലാക്കി ചെയ്യുന്നതാണ്. എന്നാൽ ആ വ്യക്തി ഒരു പ്രസ്താവന ഇറക്കുകയാണെന്ത്, എല്ലാവരും ഒരു പള്ളിയിലേക്ക് പോകുമ്പോൾ ഏറ്റവും ചുരുങ്ങിയത് ഒരു ഉള്ളിയോ തക്കാളിയോ വെള്ളുള്ളിയോ കരുതേണ്ടതുണ്ട്, അത് പ്രധാനപ്പെട്ട സുന്നത്താണ് എന്നുള്ള നിലക്ക് പറഞ്ഞു പ്രചരിപ്പിച്ചാലോ, അപ്പോൾ അത് മതത്തിൽ ഇല്ലാത്ത, അതല്ലെങ്കിൽ ഒരു പ്രത്യേക പുണ്യകർമ്മം എന്നുള്ള നിലക്ക് ജനങ്ങളെ പഠിപ്പിക്കുന്നതിൻ്റെ വകുപ്പിലേക്ക് വരും. എന്നാൽ ആ വ്യക്തി സ്വയം മനസ്സിലാക്കി ആ നിലക്ക് ചെയ്യുകയാണെങ്കിൽ അതിൽ വിരോധമില്ല. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി റൗളയിലിരുന്ന് ഹദീസുകൾ എഴുതി. ഓക്കെ, റൗളക്ക് പ്രാധാന്യമുണ്ട്. റൗളയിൽ സഹാബികൾ വന്നിരിക്കാറുണ്ടായിരുന്നു, റൗളയിൽ വെച്ച് സഹാബികൾ നമസ്കരിക്കാറുണ്ടായിരുന്നു. അതൊക്കെ സ്ഥിരപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഹദീസുകൾ എഴുതുമ്പോൾ റൗളയിൽ പോയി ഇരിക്കട്ടെ എന്നുള്ളത് ആ മഹാനവറുകളുടെ ഒരു തോന്നലാണ്. എന്നാൽ ഹദീസുകൾ എഴുതാൻ റൗളയിൽ പോയി ഇരിക്കൽ പ്രത്യേകമായ സുന്നത്തുള്ളതാണ്. അതുകൊണ്ട് കഴിവിൻ്റെ പരമാവധി റൗളയിൽ വന്നിരുന്നു കൊണ്ടാണ് ഹദീസ് എഴുതേണ്ടത് എന്ന് പറഞ്ഞാലോ, അപ്പോൾ അത് വിഷയമാണ്. അപ്പോൾ ഈ നിലക്ക് പ്രത്യേകമായ ഒരു കാര്യമായി ജനങ്ങളെ പഠിപ്പിക്കാത്ത കാലത്തോളം ഒരായത്തിൽ നിന്നോ ഹദീസിൽ നിന്നോ അതിലുള്ള കാര്യം, ഇപ്പോൾ റൗളക്ക് പ്രാധാന്യമുണ്ട് എന്നുള്ളത് ദീനിലുള്ളതാണ്, സദക്ക എന്നുള്ളത് ദീനിലുള്ളതാണ്. ആ ഉള്ള കാര്യത്തിൻ്റെ ഫضലുകളോ പോരിശകളോ ഒരാൾ കൂടുതൽ മനസ്സിലാക്കി ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ തെളിവ് പിടിക്കുക അല്ലെങ്കിൽ ഇസ്തിംബാത്ത് ചെയ്യുക എന്നാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. എന്നാൽ അദ്ദേഹത്തിന് മാത്രം മനസ്സിലായ ഒരു കാര്യം അത് പ്രത്യേക സുന്നത്തായി എല്ലാവരും അതേപോലെ ചെയ്യേണ്ടതാണ് എന്നൊരു പ്രസ്താവന ഇറക്കുകയും അത് ചെയ്യാത്തവർ സുന്നത്തിനോട് സ്നേഹമില്ലാത്തവരാണ് എന്നൊക്കെ പറയാൻ തുടങ്ങിയാൽ അപ്പോഴാണ് അത് വിഷയമായി വരുന്നത്. അതൊന്നും പക്ഷേ ജന്മദിനാഘോഷത്തിന് തെളിവല്ല. കാരണം ജന്മദിനം ആഘോഷിക്കുക എന്നതുപോലും മതത്തിൽ യാതൊരു അടിസ്ഥാനവുമില്ലാത്ത കാര്യമാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏതെങ്കിലും ഒരു പ്രവാചകൻ്റെ ജന്മദിനം ആഘോഷിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ സമസ്ത നേരത്തെ പറഞ്ഞ വാദങ്ങളൊക്കെ തെളിവാക്കാം. അവർക്ക് എന്താണ്, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജന്മദിനം ആഘോഷിക്കാൻ ഖുർആനിലുണ്ട്, അല്ലെങ്കിൽ ഹദീസിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരാൾ ഇസ്തിംബാത്ത് ചെയ്തിട്ട് പറയാണ്, അല്ലെങ്കിൽ ഇസ്തിദ്ലാൽ പിടിച്ചിട്ട് പറയാണ്, എങ്കിൽ ഇബ്രാഹിം നബിയേക്കാൾ മഹത്വമേറിയത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണല്ലോ, അപ്പോൾ മുഹമ്മദ് നബിയുടെ ജന്മദിനം ആഘോഷിക്കലാണ് അതിനേക്കാൾ അർഹതപ്പെട്ടത്, അതുകൊണ്ട് നമുക്ക് നബിയുടെ ജന്മദിനവും ആഘോഷിക്കാം എന്ന് പറയുകയാണെങ്കിൽ സമസ്തയുടെ വാദത്തിന് എന്തെങ്കിലും ഒരു ബേസ് ഉണ്ട് എന്ന് പറയാം. അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ് ഇന്നാലെന്ന ആളുകളുടെ ജന്മദിനം ആഘോഷിക്കാമെന്ന് റസൂല് പറഞ്ഞു എന്ന് വിചാരിക്കുക.
അവിടെയും ഒരാൾക്ക് വേണമെങ്കിൽ ആ ഹദീസിനെ തെളിവാക്കിയിട്ട് പറയാം, അള്ളാഹുവിൻ്റെ റസൂൽ ഇന്ന ആളുടെ ജന്മദിനം ആഘോഷിക്കാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, എങ്കിൽ നമുക്കത് ആഘോഷിക്കാൻ ഏറ്റവും അർഹതപ്പെട്ടത് നമ്മുടെ നബിയല്ലേ. ആ അർത്ഥത്തിൽ ഒരാൾ ജന്മദിനം ആഘോഷിക്കാൻ തീരുമാനിച്ചാലും അതിനൊരു ബേസ് ഉണ്ട് എന്ന് പറയാം. എന്നാൽ ജന്മദിനം ആഘോഷിക്കുക എന്ന ഏർപ്പാട് ഇസ്ലാമിൽ ഒരു അസ്ലുമില്ലാത്തതും നാം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബഹുദൈവാരാധകരുടെ സമ്പ്രദായവുമായതിനാൽ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം അത്തരമൊരു കാര്യം ചിന്തിക്കുക എന്നുള്ളത് നമുക്ക് ഒരു നിലക്കും സ്വീകരിക്കാൻ പറ്റാത്ത കാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇനി 2 കാര്യങ്ങൾ കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. പിന്നീട് അവരോട് തെളിവ് ചോദിച്ചപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ധാരാളം പണ്ഡിതന്മാർ, പിൽക്കാലഘട്ടക്കാരായ പണ്ഡിതന്മാർ അതിനെ നല്ലതായി പറഞ്ഞിട്ടുണ്ട്, നല്ല ബിദഅത്തായി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ചെയ്തുകൂടെ എന്നുള്ള ഒരു ന്യായത്തിനപ്പുറത്ത് അവർക്കൊന്നും ചെയ്യാനില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യമാണ്, മതത്തിൽ ഒരു കാര്യം സ്ഥിരപ്പെടണമെങ്കിൽ ഒന്നുകിൽ ഖുർആനിൽ വേണം, അല്ലെങ്കിൽ ഹദീസിൽ വേണം, അല്ലെങ്കിൽ സ്വഹാബത്തിൻ്റെ ഇജ്മാ വേണം. അതല്ലാത്ത ഏതൊരാളുടെ വാക്കുകളും ആ വാക്കുകൾ അതിൽ സ്വീകരിക്കാവുന്നതുമുണ്ട്, തള്ളാവുന്നതുമുണ്ട്. എത്ര വലിയ മഹാന്മാർ പറഞ്ഞാലും ഇതാണ് മതത്തിൻ്റെ അസ്ൽ. ഈ അസ്ൽ വ്യക്തമാക്കപ്പെടേണ്ട സന്ദർഭങ്ങളാണ് പ്രത്യേകിച്ചും സംവാദങ്ങൾ. നമ്മൾ സാധാരണ നിലക്ക് സംസാരിക്കുന്നത് പോലെയുള്ള സംസാരങ്ങളല്ല, മറിച്ച് ഇരുഭാഗത്തും പണ്ഡിതന്മാർ ഇരുന്നു കൊണ്ട് സംസാരിക്കുകയും ലോകം മുഴുവൻ അത് വീക്ഷിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ ഉത്തരവാദിത്ത ബോധമുള്ള പണ്ഡിതന്മാർ, അതല്ലെങ്കിൽ മതപ്രബോധകന്മാർ ചെയ്യേണ്ടത് ഏറ്റവും ബേസിൽ നിന്നുകൊണ്ട് സംസാരിക്കുകയാണ് വേണ്ടത്. എന്നാൽ സമസ്തയുടെ പക്ഷത്ത് നിന്ന് വളരെ ദയനീയമായ ചില ശബ്ദങ്ങളാണ് കേൾക്കാൻ സാധിച്ചത്. എന്താണ് അവർ പറയുന്നത്? ഇബ്നു ഹജർ അസ്കലാനി അതിനെ നല്ല ബിദഅത്താന്ന് പറഞ്ഞിട്ടില്ലേ, അല്ലെങ്കിൽ ഇമാം സുയൂത്തി പറഞ്ഞിട്ടില്ലേ, അതേപോലുള്ളവർ പറഞ്ഞിട്ടില്ലേ, KM മൗലവി എഴുതിയിട്ടില്ലേ, അതേപോലെ തന്നെ ഇന്നാലിന്ന പുസ്തകത്തിലില്ലേ, അതുകൊണ്ട് അനുവദിച്ചുകൂടെ? ഇതാണോ ഒരു വൈജ്ഞാനിക സംവാദത്തിൽ ചെയ്യേണ്ടത്? വൈജ്ഞാനിക സംവാദത്തിൽ ഖുർആനും ഹദീസും പ്രാമാണിക മുഫസ്സിരീങ്ങളുടെ തഫ്സീറുകളും ഷറഹുകളുമൊക്കെ ഉദ്ധരിച്ചുകൊണ്ടല്ലേ വിഷയങ്ങൾ സംസാരിക്കേണ്ടത്. അതിനപ്പുറത്ത് ഏതെങ്കിലും പണ്ഡിതന്മാർ, നമുക്കറിയാം മനുഷ്യന്മാർക്ക് തെറ്റുപറ്റാം, ശരിയുമുണ്ടാകാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാത്ത ആരുടെ വാക്കിലും തള്ളേണ്ടതുമുണ്ടാകും, കൊള്ളേണ്ടതുമുണ്ടാകും. അപ്പോൾ ഈ പിൽക്കാലഘട്ടത്തിൽ പറഞ്ഞ പല പണ്ഡിതന്മാരും നല്ലതല്ലേ എന്ന് പറഞ്ഞിട്ടില്ലേ, അതുകൊണ്ട് നമുക്ക് സ്വീകരിച്ചുകൂടെ എന്നുള്ള വളരെ ദുർബലമായ ഒരു വാദമാണ് അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. എന്നാൽ ഇതേപോലെ യാതൊരു അടിസ്ഥാനവുമില്ലാത്ത വിഷയങ്ങളിൽ അത്തരം പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങളെക്കാൾ പ്രാമുഖ്യം നൽകേണ്ടത് ഖുർആനിനും സുന്നത്തിനുമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ടതില്ല എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. അതേപോലെ തന്നെ അവർ പറഞ്ഞ മറ്റൊരു വളരെ അപകടം പിടിച്ച വാദം, ഖുർആനിനും സുന്നത്തിനും എതിരല്ലെങ്കിൽ, അല്ലെങ്കിൽ ഇസ്ലാമിക ശരീഅത്തിന് വിരുദ്ധമല്ലെങ്കിൽ നമുക്ക് ബിദഅത്തുകൾ ഉണ്ടാക്കാമെന്നാണ്. അത് വളരെ തെറ്റായ വാദമാണ്. ബിദഅത്തുൻ ഹസന, നല്ല ബിദഅത്ത് എന്ന പണ്ഡിതന്മാരുടെ വാക്കിനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് അവർ ചെയ്തത്. അത് ഫൈസൽ മൗലവി വളരെ കൃത്യമായി അവിടെ വിശദീകരിക്കുന്നുണ്ട്. അവിടെ ബിദഅത്ത് ഹസനത്തായതുണ്ട് എന്ന് പറഞ്ഞത് ദുനിയാവുമായി ബന്ധപ്പെട്ട, ഭൗതികമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലാണ്, ശരീഅത്തുമായി ബന്ധപ്പെട്ട വിഷയമല്ല. ശരീഅത്തുമായി ബന്ധപ്പെട്ട വിഷയത്തിലും ഖുർആനിനും ഹദീസിനും എതിരല്ലാത്തതൊക്കെ കൊണ്ടുവരാമെന്നാണെങ്കിൽ ഈ മതത്തിൽ എന്തൊക്കെ ആർക്കൊക്കെ കടത്തിക്കൂട്ടാം? 5 വക്ത് നമസ്കാരം അത് 6 വക്താക്കിയാൽ അത് ശരീഅത്തിന് എങ്ങനെയാണ് വിരുദ്ധമാകുന്നത്? സുന്നത്ത് നമസ്കാരങ്ങളിൽ ബാങ്ക് കൊടുത്താൽ അത് ശരീഅത്തിന് വിരുദ്ധമാകുമോ? മയ്യത്ത് നമസ്കാരത്തിൽ റുക്കൂഉം സുജൂദും കൂടി ഒരാൾ കടത്തിക്കൂട്ടിയാൽ അതെങ്ങനെയാണ് ശരീഅത്തിന് വിരുദ്ധമാകുന്നത്? അപ്പോൾ ബിദഅത്തിൻ്റെ നിർവചനം ശരീഅത്തിന് വിരുദ്ധമാവുക എന്നതല്ല. ബിദഅത്തിൻ്റെ നിർവചനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദ്, മൻ അഹ്ദഥ ഫി അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദ്. മതത്തിലില്ലാത്തത് കടത്തിക്കൂട്ടലാണ്. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി ഹജറുൽ അസ്വദ്, അതേപോലെ തന്നെ റുക്നുൽ യമാനി അത് മാത്രമേ തൊടാറുണ്ടായിരുന്നുള്ളൂ. എന്നാൽ കഅബാലയത്തിൻ്റെ മറ്റു റുക്നുകളിലും ആളുകൾ തൊടുകയും മുത്തുകയും ചെയ്യുന്നത് കണ്ടപ്പോൾ അദ്ദേഹം അതിനെ വിലക്കി. അപ്പോൾ ആളുകൾ ചോദിച്ചു, നിങ്ങൾ എന്താണത് വിലക്കുന്നത്? കഅബയല്ലേ, കഅബയെ നിങ്ങൾ ഉപേക്ഷിക്കുകയാണോ? ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്, ഞാൻ കഅബയെ ഉപേക്ഷിക്കുകയല്ല, മറിച്ച് വലാകിന്ന നത്തബിഉ സുന്നത ഫിഅലൻ ഔ തറക, ഞങ്ങൾ സുന്നത്തിനെ പിൻപറ്റുന്നത് നബി ചെയ്തത് ചെയ്തിട്ടും നബി ചെയ്യാത്തത് ഉപേക്ഷിച്ചിട്ടുമാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ ചെയ്യാത്തൊരു കാര്യം ഉപേക്ഷിക്കലും എന്താണ്? സുന്നത്താണ്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല ഒരു പള്ളി ഉണ്ടാക്കി അതിൽ നിന്ന് പ്രത്യേക ദിക്റുകൾ 100 വീതം ഓരോ ദിക്റുകളും എണ്ണുന്നു. ഓരോ ഹൽക്കക്കും ഓരോ നേതാവ്, ആ നേതാവിൻ്റെ കീഴിൽ നിന്നുകൊണ്ട് അദ്ദേഹം പറയുന്നതനുസരിച്ച് 100 വീതം ഈ ദിക്റുകൾ ചെല്ലുന്ന ആളുകൾ, അവർ ദിക്റാണ് ചെല്ലിയത്. അബ്ദുല്ലാഹി മസ്ഊദ് റളിയല്ലാഹു അൻഹു അത് അംഗീകരിച്ചിട്ടില്ലല്ലോ. ഈ 100 തവണ ദിക്റുകൾ ചൊല്ലൽ ഏത് നസ്സിനാണ് എതിരാവുന്നത്? ഖുർആനിന് എങ്ങനെയാണ് എതിരാവുന്നത്? ഹദീസിന് എങ്ങനെയാണ് എതിരാവുന്നത്? പലപ്പോഴും 100 തവണ ദിക്റ് ചെല്ലുക എന്നുള്ളത് ഹദീസിൽ വന്നതാണ്. അപ്പോൾ പിന്നെ അദ്ദേഹം അത് അംഗീകരിച്ചു കൊടുത്തോ? ഇല്ല. എന്തുകൊണ്ട്? നബി കാണിക്കാത്തൊരു പുതിയ രീതി അവർ കൊണ്ടുവന്നു, അത് സ്വീകരിക്കപ്പെടുകയില്ല. ഇല്ല എങ്കിൽ ആർക്കൊക്കെ എന്തൊക്കെ ദിക്റുകൾ പ്രത്യേകമായ എണ്ണം വെച്ച് ജനങ്ങളെ പഠിപ്പിക്കാം?
അത് ശരിയാണോ? ഒരിക്കലും ശരിയല്ല. അതുകൊണ്ട് തന്നെ ബിദഅത്തിന് അവർ നൽകിയ നിർവചനം തന്നെ തെറ്റാണ്. ബിദഅത്തിൻ്റെ നിർവചനം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എൻ്റെയും സച്ചരിതരായ സ്വഹാബത്തിൻ്റെയും ചര്യയെ പിൻപറ്റണം, അതിനെ മറികടന്നുകൊണ്ടുണ്ടാകുന്ന മുഹ്ദസാത്തുൽ ഉമൂറുകൾ അത് നിങ്ങൾ ഒഴിവാക്കണം, അത് ബിദഅത്താണ്. ഫഇന്ന കുല്ല മുഹ്ദസത്തിൻ ബിദഅ വകുല്ല ബിദഅത്തിൻ ദലാല വകുല്ല ദലാലത്തിൻ ഫിന്നാർ. എല്ലാ കടത്തിക്കൂട്ടിയ പുതിയ കാര്യങ്ങളും ബിദഅത്താണ്, ദലാലത്താണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ വക കാര്യങ്ങളൊക്കെ നമ്മൾ വസ്തുനിഷ്ഠമായി പരിശോധിക്കുകയാണെങ്കിൽ സംവാദം വിലയിരുത്തുന്ന ഏതൊരാൾക്കും വളരെ കൃത്യമായി സത്യസന്ധമായി പറയാൻ സാധിക്കും, ആ സംവാദത്തിൽ മുജാഹിദ് പക്ഷം ഫൈസൽ മൗലവിയുടെ നേതൃത്വത്തിൽ മുജാഹിദ് പക്ഷം എന്താണോ തെളിയിച്ചത് അതാണ് പ്രമാണത്തോട് യോജിച്ച് നിൽക്കുന്നതും ശരിയായിട്ടുള്ളതും. സമസ്ത അവർ തെറ്റിദ്ധാരണകൾ കൊണ്ടോ അതല്ലെങ്കിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയോ അവർ കൊണ്ടുവന്നിട്ടുള്ള ഉസൂലുകൾ, പ്രമാണങ്ങളെല്ലാം തന്നെ നിലനിൽപ്പില്ലാത്തതും അടിസ്ഥാനമില്ലാത്തതുമാണ്. മാത്രമല്ല ആവർത്തിച്ച് ഇത് നബി ചെയ്തിട്ടുണ്ടോ, സ്വഹാബികൾ ചെയ്തിട്ടുണ്ടോ, താബിയങ്ങൾ ചെയ്തിട്ടുണ്ടോ, ഈ ഉമ്മത്തിലെ മഹാന്മാരായ അയിമ്മത്തുകൾ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവർ ചെയ്തതിന് ഒരു രേഖ പോലും, ദുർബലമായ രേഖ പോലും സമർത്ഥിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് അവരുടെ വാദം നിലനിൽപ്പില്ലാത്തതാണ് എന്ന് തെളിയിക്കുന്നതാണ്. സത്യമായി മനസ്സിലാക്കുവാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദിൻ വ ആലിഹി വ സ്വഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ബാറകല്ലാഹു ഫീക്കും ജമീഅ.